ആയില്ലേ കവായി ജേണൽ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കവായി ജേണൽ ചെയ്യാം. ബ്ലൂ കളറിലാണ് കേട്ടോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതുവരെ ഒരു ജേണലും കവായി എന്നല്ല ഒരു ജേണലും നമ്മൾ ബ്ലൂ കളറിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ബീച്ച് തീമിൽ ബ്ലൂ കളറിൽ കവായി ചെയ്യാം. വാഷി ടേപ്പിന് പകരം ഞാനിവിടെ പാറ്റേൺ പേപ്പറാണ് കേട്ടോ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. വാഷി ടേപ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായി വെച്ചതുകൊണ്ട് അത് തൊട്ട് കളിച്ചിട്ടില്ല. എന്തായാലും നമ്മളെ ബെസ്റ്റ് സപ്പോർട്ടർക്ക് ഗിഫ്റ്റ്സ് ഒക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 500 സബ്സ്ക്രൈബേഴ്സായ നമ്മൾ ബെസ്റ്റ് സപ്പോർട്ടർക്കുള്ള ഗിഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം പെട്ടെന്ന് തന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബീച്ച് തീമിലല്ലേ, അതുകൊണ്ട് തന്നെ സമ്മർ എന്നുള്ള ക്യാപ്ഷനൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഓരോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അത് തീർന്നു പോവല്ലോ എന്ന്. അതുകൊണ്ട് കുറച്ച് പിശുക്കിയാണ് ഒട്ടിച്ചത്. പക്ഷെ തുടക്കത്തിൽ മാത്രമേ പിശുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ സ്റ്റിക്കറിൻ്റെ ഒരു കളി തന്നെയാണ്. ശരിക്കും ചെയ്യാൻ ഏറ്റവും സിമ്പിൾ കവായി ജേണലാണ് കേട്ടോ. കാരണം സ്റ്റിക്കേഴ്സ് അങ്ങ് കലപിലാ ഒട്ടിച്ചു കൊടുത്താൽ മതി. ബാക്കി പിന്നെ നമ്മൾ ഐഡിയക്ക് ജസ്റ്റ് ഒരു ലൈൻസും ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പക്ഷെ കാണാനും ഭയങ്കര ലുക്ക് ഉണ്ടാവുക ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീച്ച് തീമായതുകൊണ്ട് ഒരുപാട് മീനുകളും സ്റ്റാർ ഫിഷും പിന്നെ കുറച്ച് ബീച്ച് സീനറീസൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് പേജ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വരയും കുത്തുക. അതാണല്ലോ നമ്മളെ കവായിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അത് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒഴിവ് കണ്ടപ്പോൾ അത് അവിടെ കയറി പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതൊരു തിരമാലേൻ്റെ ഫീല് പോലെ തോന്നി. അതുകൊണ്ട് അവിടെയും കുറച്ച് മീനുകളും ബോട്ടുകളും തോണികളൊക്കെ ആയിട്ട് അങ്ങ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ജേണൽ സീരീസിൽ അടുത്ത ഫ്രൂട്ട് ഏത് വേണമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അതിലെ കുട്ടി കഥകളൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് വേണമെന്നുള്ളത്. അത് വെച്ച് നമ്മൾ അടുത്തൊരു ചാനലിലും കുട്ടി കഥയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതാ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വാഷി ടേപ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി സിമ്പിൾ. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കടൽ തീരമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതാ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുട്ടീനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 കപ്പലുകളും മീനും അങ്ങനെ കുറച്ച് കടൽ തീമിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം മാത്രമേ പിശുക്ക് ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അങ്ങ് ചെറപറ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും സ്റ്റിക്കേഴ്സൊക്കെ തീരാനുള്ളതല്ലേ, കഴിഞ്ഞിട്ട് നമുക്ക് പുതിയത് വാങ്ങാം. പിന്നെ ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പേജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് പേജാണോ സെക്കൻഡ് പേജാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വരയും കുത്തൊക്കെ ഇട്ട് കൊടുക്കാം. കവായി ജേണലായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ച് വരയും കുത്തൊക്കെ മതിയല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.